നാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ. ഇവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ മാനുവൽ മാത്യു. ഞാൻ ഒമ്പലൂർ മർത്തോമ ഇടവാംഗവും മലയാളപ്പുഴ സെൻറ് തോമസ് മർത്തോമ സൺഡേ സ്കൂൾ കുമാരോപ്പ് വിദ്യാർത്ഥിയുമാണ്. അവസരം ഒരുക്കിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ CSS എന്ന പ്രവർത്തകർക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, എനിക്ക് ധ്യാനം നടത്താനായി ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്ക് നടത്താനായി ദൈവമേ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ വചനം കേട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കേണ്ട പ്രാർത്ഥനയായി സകലേശനകത്ത് തന്നെ. ആമേൻ. ഒരിക്കൽ ഒരു മനുഷ്യൻ മരപ്പണിക്കാരനെ ആവശ്യപ്പെട്ടു. അങ്ങനെ മരപ്പണിക്കാരനെ കിട്ടി. അപ്പോൾ മരപ്പണിക്കാരൻ വീട്ടുടമസ്ഥനോട് ചോദിച്ചു, എനിക്ക് 3 ഇഞ്ചിൻ്റെ ആണി വേണമെന്ന്. അങ്ങനെ വീട്ടുടമസ്ഥൻ വീട്ടിൽ മുഴുവൻ തപ്പി കിടന്നു. പക്ഷെ 3 ഇഞ്ചിൻ്റെ ആണി കിട്ടിയില്ല. അതിന് പകരം 2 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ 5 ഇഞ്ചിൻ്റെ ഒക്കെ ആണി ഉണ്ടായിരുന്നു. അപ്പം 10 മണി വരെ തപ്പിയിട്ട് ആണി കിട്ടിയില്ല. 3 ഇഞ്ചിൻ്റെ ആണി കിട്ടിയില്ല. അങ്ങനെ ആ വീട്ടുടമസ്ഥൻ അടുത്തുള്ള വീട്ടിൽ കയറി 3 ഇഞ്ചിൻ്റെ ആണിയുമായിട്ട് വന്നു. അപ്പോൾ വീട്ടുടമസ്ഥൻ മരപ്പണിക്കാരനോട് ചോദിച്ചു, എന്തിനാണ് 3 ഇഞ്ചിൻ്റെ ആണിയെന്ന് ചോദിച്ചു. അപ്പോൾ ആശാരിയുടെ കയ്യിലുള്ള ഷർട്ട് തൂക്കി പിടിച്ച് കാണിച്ചു പറഞ്ഞു, എനിക്ക് ഈ ഷർട്ട് തൂക്കിയിടാനാണ്. ഉദ്ദേശം മനസ്സിലാക്കാതെ വീട്ടുടമസ്ഥൻ ആണി തപ്പി കിടന്നു. ഒരിക്കൽ നാം ഉദ്ദേശം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അപ്രകാരം തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വലിയ പ്രവാചകനാണ് ഏലീശ. ഏലീശ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷയാകുന്നു എന്നാണ്. പഴയ നിയമകാലത്തെ പ്രവാചകന്മാരിൽ പ്രധാനിയായിരുന്നു ഏലീശ. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് ഏലിയാവ് ഏലീശയുടെ അടുക്കലെത്തി. ഏലീശ അപ്പോൾ കൃഷിസ്ഥലത്ത് നില ഉഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏലിയാവ് ഏലീശയെ വിളിച്ച് തൻ്റെ പിൻഗാമിയായി നിയമിച്ചു. ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ ഇട്ടു. ഏലീശയുടെ അനുവാദം ചോദിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്തത്. ഏലീശയ്ക്ക് അറിയാമായിരുന്നു ഇത് ദൈവനിയോഗമാണെന്ന്. ഏലീശ സമ്പൂർണമായി അതിന് വിധേയപ്പെട്ടു. വിളിച്ച ഏലിയാവും അതിൻ്റെ ദൈവത്തിലും അവന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായി ഏലീശ കുടുംബവും അവനുള്ള സകലവും ഉപേക്ഷിച്ചു. മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് പ്രവാചക ശുശ്രൂഷ ഏറ്റെടുത്തു. ഉപരിയായി തൻ്റെ കുരുവിനേക്കാളും കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ ഗുരുവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ശക്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്രകാരം നല്ല സമർപ്പണ ശുശ്രൂഷ ചെയ്യുവാൻ ഏലീശയ്ക്ക് കഴിഞ്ഞു. അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും സകലവും വിട്ട് യേശുവിനെ പിൻപറ്റി. കർത്താവിൻ്റെ ക്ഷണം കേട്ട് ഇടങ്ങിയവർ ആരും ലജ്ജിതരാകുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടില്ല. നാം ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായി ബോധ്യപ്പെട്ട് നാമും ദൈവത്തിൻ്റെ കൂടെ
പ്രവർത്തിക്കട്ടെ എന്ന് പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.